പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ടേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലെ നാട്ടിലേക്ക് വന്നതാണ്. അപ്പം എവിടെ കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പാഞ്ചാലി മേടിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പം ഇന്ന് ഞങ്ങൾ പോകുന്നത് വെറും 2 പേര് മാത്രമല്ല കേട്ടോ, കൂടെ ഞങ്ങളുടെ കസിൻസ് ഒക്കെ ഉണ്ട്. അപ്പം എല്ലാവരും കൂടി ഇന്ന് അടിച്ചു പൊളിക്കാനുള്ള പരിപാടിയാണ്. എന്താ എല്ലാവരും റെഡി അല്ലേ? നല്ല രീതിയിൽ അടിച്ചു പൊളിക്കും. അപ്പൊ അതെല്ലാം അവിടുത്തെ എല്ലാ കാഴ്ചകളും നല്ല ഒരു വ്യൂ പോയിന്റും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഈ പാഞ്ചാലി മേട് ഉണ്ടല്ലോ, ശബരിമല സീസണിലൊക്കെ സ്വാമിമാര് ഈ പാഞ്ചാലി മേടിൽ ചെന്നിട്ട് ക്യാമ്പ് ചെയ്യാറുണ്ട്. കാരണം പൊന്നമ്പല മേടിൽ തേടിയുടെ മകരവിളക്ക് നമുക്ക് കാണാൻ പറ്റുന്നതാണെന്ന്. അതുകൊണ്ടാണ് ആ ശബരിമല സീസണില് സ്വാമിമാര് അവിടെ ക്യാമ്പ് ഇട്ട് താമസിക്കാറുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അവിടുത്തെ ബ്യൂട്ടിഫുൾ ആയ കാഴ്ച നേരെ ചെന്നിട്ട് കാണാം. അത് മാത്രമല്ല എല്ലാരും കൂടി ഉള്ളതുകൊണ്ട് ഇന്ന് നല്ല വൈബായിരിക്കും, നമുക്ക് അടിച്ച് പൊളിക്കാം. എന്താ ഗേൾസ് അല്ലേ? ഞങ്ങൾ ഏകദേശം വൈകിട്ട് ഒരു 4:45 ആകുമ്പോഴായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടുന്ന് 1 hour ജേർണി ആയിരുന്നു കാണിച്ചുകൊണ്ടുണ്ടായത്. അതായത് ഏകദേശം ഒരു 5:45 അല്ലെ 5:50 ആയിരുന്നു റീച്ചിങ് ടൈം. അപ്പം 6 മണിയായിരുന്നു എൻട്രൻസ് ക്ലോസ് ആവുന്ന ഒരു ടൈമിങ്സ്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ എൻ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട, കാരണം അതിനുശേഷം വേണമെങ്കിൽ നമ്മൾ മുകളിൽ ചെന്ന് കണ്ടിട്ട് വരാവുന്നതാണ്. അപ്പം നമുക്ക് ഓൺ ടൈമിന് എത്താൻ പറ്റുമോ ഇല്ല എന്നത് കാണാം. അപ്പൊ ഞങ്ങളുണ്ടല്ലോ പോകുന്നത് വരെ ഇനിയും കുറച്ചുകൂടി സമയം ഉണ്ടല്ലോ. അപ്പൊ ഒരു ഗെയിം കളിക്കാന്ന് വിചാരിച്ചു. ഗെയിമിന്റെ റൂൾസ് ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു അക്ഷരം പറയുന്നു, ഒരു വേർഡ്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളത്തിൽ ഒരു വേർഡ് പറയുന്നു. ആ വേർഡിന്റെ ഇംഗ്ലീഷ് ആണെങ്കിൽ ലാസ്റ്റ് ലെറ്ററിൽ നിന്ന് മറ്റൊരാള് ഒരു വേർഡ് ക്രിയേറ്റ് ചെയ്യണം. ഒന്ന് ഇംഗ്ലീഷിലായിരിക്കാം അല്ലെങ്കിൽ മലയാളത്തിലായിരിക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യം ഞാൻ തന്നെ പറയട്ടെ. നമ്മൾ എന്തായാലും ഒരു യാത്ര പൊക്കോണ്ടിരിക്കല്ലോ. അപ്പൊ എന്റെ വേർഡ് യാത്ര. ദേവു നിന്റെ ആണ് പറയാവോ? താറാവ്. താറാവ്. കല്യാണിക്ക്. ഓ സൂപ്പർ. ടാറ്റുവോ? എന്ന് പറയാമല്ലോ. ടൊമാറ്റോ. ടൊമാറ്റോ. ഓറഞ്ച്. ഓക്കെ. ഈഗിൾ. ഓക്കെ ഫൈൻ. ഈ വെച്ച് പിന്നെയും പറയണം. എലിഫന്റ്. ഓ എലിഫന്റ്. പിന്നെയും ടീ ആണല്ലോ, എനിക്ക് വെറും ടീ മാത്രമേ കിട്ടുന്നുള്ളൂ. ടീ വെച്ചിട്ട് എന്താ? ടൈഗർ. റിംഗ്. റിംഗ്. ഇപ്പൊ മൊത്തം ഇംഗ്ലീഷ് വേർഡ് ആയിക്കൊണ്ടിരിക്കുക. ഈ മലയാളത്തിലേക്കൊന്ന് മാറ്റി പിടിക്കേ. പിന്നെയും ടീ ആണല്ലോ എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ ടീ വെച്ചിട്ട് മലയാളം വേർഡ് പറയാമല്ലോ. തട്ടം. 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 തട്ടം മലയാളം വേർഡാണോ ഉദ്ദേശിച്ചത്? ആ മലയാളം വേർഡ്. മലയാളത്തിൽ എഴുതുമ്പോ തായല്ലേ വരുന്നേ? പിന്നെ ടായിന്ന് തുടങ്ങണോ? ടായിന്നാണെങ്കിൽ മലയാളം വേർഡ് എന്താ എഴുതുന്നത്? ടായിന്ന്. അപ്പം എത്ര ആലോചിച്ചിട്ടും ടായിൽ നിന്ന് ഓരോ മലയാളം വേർഡ് എന്നെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ആരും കണ്ടുപിടിച്ചോ? അപ്പം ഈ വേർഡ് ഡിസ്ക്വാളിഫൈ ആണ്. ഈ ഒരു ലെറ്റർ ടാ ഇല്ല. അപ്പം വേറെ ഒരു ലെറ്റർ തരണം എനിക്ക് അതിന് പകരം. തായിൽ നിന്ന് തട്ടം. ടൂർ. ഓ ഇംഗ്ലീഷ്. സ്ഥലം ഏകദേശം ഇപ്പൊ എത്താറായിട്ടുണ്ട്. കളി നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം പിന്നീട്. അപ്പം നമുക്ക് പോവാം.
ഈ ഒരു പാഞ്ചാലിമേട് സ്ഥിതി ചെയ്തിരിക്കുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 2500 ഫീറ്റ് എബോവ് സീ ലെവലാണ്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിലൊക്കെ ഒത്തിരി നല്ല നല്ല വ്യൂ പോയിന്റ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ കണ്ടില്ല, ഇവിടെ ഒരു നല്ല സ്പോട്ട് കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി ഇറങ്ങിയേക്കുവാണ്. കാണിച്ചു തരാം. അപ്പം സമയം വളരെ കുറവായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായത്. എന്നാൽ പോലും ഇത്രയും മനോഹരമായ ഒരു സ്പോട്ട് കണ്ടപ്പം വണ്ടി നിർത്താതിരിക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ഇവിടെ വന്ന് വണ്ടി നിർത്തി ഞങ്ങൾ കണ്ടു. നല്ല ഒരു സ്പോട്ടായിരുന്നു. ആ ഒരു വെള്ളച്ചാട്ടം ദൂരെ നിന്ന് കാണാൻ തന്നെ നല്ല ഒരു ഭംഗിയായിരുന്നു. അതിനുശേഷം ഒട്ടും വൈകിക്കാതെ തന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. അപ്പൊ കല്യാണി ഞങ്ങൾ അവിടെ ബാംഗ്ലൂരിൽ കുറച്ച് ദിവസത്തേക്ക് വന്ന് നന്നായിരുന്നു. അപ്പൊ അവർക്ക് അത്യാവശ്യത്തിനുള്ള ഒരു കന്നഡ വേർഡ്സ് പറഞ്ഞു കൊടുത്തായിരുന്നു. അവളതിപ്പോ പറയാ എന്തൊക്കെയാണെന്ന്. ഊട്ടാ വെക്കും, നീരു വെക്കും, ഓർത്തെടുക്ക. അപ്പൊ ഇതൊക്കെയാണല്ലോ അത്യാവശ്യത്തിനുള്ള കന്നഡ. അപ്പൊ അവള് പറഞ്ഞതിന്റെ മീനിങ് ഊട്ട ബേക്കെന്ന് വെച്ചാൽ ഭക്ഷണം വേണം കഴിക്കാൻ, നീരു ബേക്കും വെള്ളം വേണം, പിന്നെ ചെന്നാഗിതിന് എന്ന് വെച്ചാൽ സുഖാണോ, സുഖമായിരിക്കുന്നു എന്നതാണ്. എല്ലാം പഠിപ്പിച്ചു കൊടുത്തത് ഹരിയാണ് കേട്ടോ. ഇത്രയ്ക്കാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം പാഞ്ചാലിമേട് ഇനി ഒരു 4 കിലോമീറ്റേഴ്സും കൂടിയേ ഉള്ളൂ എത്താറായി. 6 o'clock, അതായത് 6 മണി, വൈകിട്ട് 6 മണിക്കാണ് ഒരു ക്ലോസിങ് ടൈം. ഇപ്പം സമയം 5:45 കഴിഞ്ഞു. അപ്പോൾ എന്തായാലും പെട്ടെന്ന് നമ്മൾ ചെന്നാലേ അകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ. ഓൺ ടൈമിന് പോകാൻ പറ്റുമോ നോക്കാം എന്തായാലും. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് സമയത്തിനകം തന്നെ ഞങ്ങൾ എത്തിച്ചേരും. അപ്പോൾ കണ്ടില്ലേ, പോകുന്ന വഴിയിലൊക്കെ നല്ല രീതിയിൽ മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. ഈ കാണുന്നതൊക്കെ മഞ്ഞാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മിനി ഊട്ടി ഫീൽ ആണ് ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ. അതായത് ഈ ഊട്ടിയുടെ എൻട്രൻസ് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ആ ഒരു ഫീൽ കിട്ടത്തില്ലേ, സെയിം അതേ ഒരു ഫീലായിരുന്നു എനിക്കും കിട്ടിയത്. കണ്ടില്ലേ, വണ്ടിയൊക്കെ ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ടാണ് ഓടിക്കുന്നുള്ളത് തന്നെ. ഫൈനലി അങ്ങനെ ഞങ്ങൾ ഓൺ ടൈമിന് തന്നെ പാഞ്ചാലിമേട് എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പൊ ഞങ്ങളിപ്പം പാഞ്ചാലിമേട് എത്തിയിരിക്കുന്നു. കണ്ടില്ലേ, അപ്പൊ ഇതുവഴിയാണ് നമ്മൾ കയറി പോകേണ്ടത്. ഇപ്പം നല്ല മഴയുണ്ട്, ചെറിയ തോന്നുന്നുണ്ട്. നോക്കാം നമുക്ക്. അങ്ങനെ ആദ്യം നമ്മൾ കയറി ചെന്നതും ലെഫ്റ്റ് സൈഡിൽ തന്നെ ടിക്കറ്റ് കൗണ്ടർ ആണ്. ഒരാൾക്ക് 25, അതായത് 25 രൂപയാണ് എൻട്രി ഫീ. അപ്പം ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അവർ സൂചിപ്പിച്ചായിരുന്നു ഇപ്പം സമയം ഏകദേശം 6 മണി ആയിട്ടുണ്ട്, അപ്പം ഒരു 40 മിനിറ്റ്സിനകം തിരിച്ചിറങ്ങി വരണം എന്ന്. അപ്പം ഏകദേശം ആ ഒരു സമയം നമുക്ക് മതിയായിരിക്കും കാണാനായിട്ട്. എന്തായാലും നമുക്ക് പോയിട്ട് വരാം. അപ്പം ടിക്കറ്റൊക്കെ എടുത്ത് കയറി ചെല്ലുമ്പോഴേക്കും എൻട്രൻസിൽ നമുക്ക് റൈറ്റ് സൈഡിൽ നല്ല അട്രാക്റ്റീവായ ഒരു കുഞ്ഞു പോണ്ട് ഉണ്ട്. അവിടെ ആനയുടെ തുമ്പിക്കൈയിൽ നിന്ന് വെള്ളം വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ല ഒരു ഭംഗിയായിരുന്നു കാണാൻ തന്നെ. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഈ കാണുന്ന കല്ലിന്റെ മണ്ഡപമാണുള്ളത്. ഇത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും എന്തോ ഒരു മെയിൻ വ്യൂ പോയിന്റ് ആണെന്ന്, പക്ഷെ അല്ല കേട്ടോ. അതെന്താണെന്ന് സീക്രട്ട് ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം കണ്ടില്ല, സിപ്പ് ലൈൻ ഒക്കെ ഇവിടെ ഉണ്ട്. ഈ കാണുന്നത് സിപ്പ് ലൈനിന്റെ ടിക്കറ്റ് കൗണ്ടർ ആണ്. അതായത് 350 റുപ്പീസ് ആണ് ഒരു ടിക്കറ്റിന് ഇവർ ചാർജ് ചെയ്യുന്നത്. അപ്പൊ കണ്ടില്ല, ഫുൾ മഞ്ഞ് പൊതിഞ്ഞിരിക്കുകയാണ്, മഞ്ഞുമൂടി ഇരിക്കുകയാണ് അല്ലേ. എന്താ ഫീൽ ചെയ്യുന്നത്? തണുപ്പ് ആസ്വദിക്കാനുള്ളതല്ലേ, ആസ്വദിച്ചോടെ. അങ്ങനെ നല്ല രീതിയിൽ ഇവിടുത്തെ തണുപ്പൊക്കെ ആസ്വദിച്ചുകൊണ്ട് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു മണ്ഡപം കൂടി കണ്ടത്. ഇതൊരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നമുക്ക് നിന്ന് നല്ല രീതിയിൽ ഇവിടുത്തെ വ്യൂ ഒക്കെ കാണാവുന്നതാണ്. കണ്ടില്ലേ, അതായത് 2500 ഫീറ്റ് എബോവ് സീ ലെവലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. എന്നാൽ പോലും താഴെയുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല, കാരണം മഞ്ഞാണ്. അത്രയ്ക്ക് ഒരു ഹൈറ്റിലാണ് ഞങ്ങളിപ്പം നിൽക്കുന്നുള്ളത്. ഈ പാർക്കിലൊക്കെ ഉള്ളതുപോലെ കണ്ടില്ലേ സീറ്റിംഗ് ഫെസിലിറ്റി, അതായത് നമുക്ക് കുറച്ചു നേരം ഇരുന്ന് റിലാക്സ് ചെയ്യാനും ഇവിടുത്തെ ഈ ഒരു ഭംഗി കണ്ട് ആസ്വദിക്കാനും നല്ല ഒരു സമയം ചെലവഴിക്കാനും നമുക്ക് പറ്റും. അതുമാത്രമല്ല, നേരത്തെ കണ്ടതുപോലത്തെ കുഞ്ഞു കുഞ്ഞു മണ്ഡപങ്ങളും നമുക്ക് ഇടക്ക് കാണാൻ പറ്റും. അതും കൂടി കാണുമ്പോൾ ഈ ഒരു സ്ഥലത്തിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണുമ്പോൾ തന്നെ. മഞ്ഞ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. നമ്മുടെ സ്ട്രെസ്ഫുൾ ലൈഫിൽ നിന്ന് കുറച്ച് നേരത്തേക്കങ്ങ് ഒരു നല്ല ആശ്വാസം കിട്ടുന്ന നല്ല ഒരു പീസ്ഫുൾ ആയ സ്പോട്ടാണ് ഈ കാണുന്നത്.
കണ്ടില്ലേ, എവിടെ നോക്കിയാലും ആ വെളുത്ത മഞ്ഞും പിന്നെ ഈ ഒരു പച്ചപ്പും മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒത്തിരി സ്പോട്ടുകളാണ് ഇവിടെ ഉള്ളത്. അപ്പം വീക്കെൻഡിലൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് എവിടേക്ക് പോവാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഒരു നേച്ചർ ലവർ ആണെങ്കിൽ ഈ ഒരു പ്ലേസ് പെർഫെക്റ്റ് സ്പോട്ടായിരിക്കും. അതായത് ട്രക്കിംഗ് ഒക്കെ ചെയ്ത് തനിച്ച് വേണേലും നമ്മൾ വന്ന് ആ ഒരു ഫീൽ ആസ്വദിക്കാവുന്നതാണ്. അല്ലെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് വന്നാൽ പോലും നല്ല ഒരു സമയം ഇവിടെ ചെലവഴിക്കാൻ പറ്റുന്നതാണ്. അത്രയ്ക്ക് നല്ല ഒരു പ്ലേസ് ആണ്. ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായി എൻജോയ് ചെയ്തല്ലേ? നല്ല മഞ്ഞാണ് കണ്ടില്ല, ഒരു ഊട്ടി ഫീൽ ആണ് ഇവിടെ വന്നാല്. മിനി ഊട്ടിയാണ്. അപ്പം കണ്ടില്ലേ, ഇവിടുത്തെ ആ ഒരു മഞ്ഞും പിന്നെ നല്ല ആ ഒരു ഭംഗി നിറഞ്ഞ കാഴ്ചകളും ഒക്കെ കണ്ടതിന് ശേഷം ഇപ്പൊ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങുവാണ്. അപ്പം അവർ വന്നിട്ട് എല്ലാവരും ഇങ്ങനെ ഇറക്കി വിടുന്നുണ്ട്, കാരണം ക്ലോസിംഗ് ടൈം ആയി തുടങ്ങി. അപ്പം തിരിച്ചിറങ്ങി പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു കുഞ്ഞു മണ്ഡപവും കൂടി കണ്ടത്. ഇവിടെ നിന്ന് ഈ ഒരു പാഞ്ചാലിമേട് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു. അപ്പം വല്ലപ്പോഴും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും വന്ന് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അതൊരു നല്ല മൊമെന്റ്, നല്ല ഓർമ്മകളായി മാറും അല്ലേ? എത്രയും ബിസി സ്കെഡ്യൂൾ ഉണ്ടെങ്കിൽ പോലും വല്ലപ്പോഴും നമ്മൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒരു സമയം ചെലവഴിക്കുന്നത് നമ്മൾ എല്ലാവർക്കും ജീവിതത്തിൽ ഒരു നല്ല സന്തോഷകരമായ ഓർമ്മയായിരിക്കും നൽകുന്നത് അല്ലേ? അപ്പം നേരത്തെ നമ്മൾ കയറി ചെല്ലുമ്പോൾ കണ്ട ഒരു മണ്ഡപമാണ് ഈ കാണുന്നത്. ഓർമ്മയുണ്ടോ? അപ്പോൾ ഇതെന്താണെന്നുള്ള സീക്രട്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ പറയുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഈ കാണുന്നത് മറ്റൊന്നുമല്ല, കൂൾ ഡ്രിങ്ക്സും സ്നാക്സും ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. അതെ, ആദ്യം ഞാനും കരുതിയത് എന്തോ ഒരു മെയിൻ സ്പോട്ടാണെന്നൊക്കെയാണ്. ഞങ്ങൾ ഇവിടേക്ക് വൈകിയാണ് വന്നതെങ്കിൽ പോലും നല്ല ഒരു സമയം തന്നെ ചെലവഴിക്കാൻ പറ്റി. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ പാഞ്ചാലിമേടിലെ ഞങ്ങളുടെ യാത്ര അടിപൊളിയായിരുന്നു. നിങ്ങൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും വരണം. നല്ലൊരു വൻപൻ ഫീലാണ്. കണ്ടില്ല, ഫുള്ള് മഞ്ഞാണ് ഇവിടെ. ഒരു മിനി ഊട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഗായ്സ്, എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ യാത്ര? അപ്പം ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. Thanks for watching.